Let's turn our attention to the Gospel according to John, chapter 7. We will read verse 24. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. John chapter 7, verses 24. Let me read that in English. Stop judging according to the outward appearance, rather judge according to righteous judgment. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിക്കുവിൻ. I greet you all in the precious name of our Lord and Savior Jesus Christ. This morning the Lord has given us one more opportunity to be in His presence. I praise God for that time. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഒരു ദിവസം കൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. I want to extend my greetings to everyone who is in the sanctuary as well as who may be attending this service online. And I pray that this service will be a blessing in everyone's life. സഭാ ഹാളിലുള്ളവർക്കും ഓൺലൈൻ ശ്രവിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. ഇത് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. We live in times of uncertainties. നാം ഒരു അസ്ഥിരമായ അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത്. But we have our assurance in Christ Jesus. എന്നാൽ നമ്മുടെ ഉറപ്പ് നമ്മുടെ കർത്താവ് യേശുവിലാണ്. He is an unchanging God. നമ്മുടെ കർത്താവ് മാറാത്ത ദൈവമാണ്. Things of this world will change, but if there is something which doesn't change, it's the promises of God. ഈ ലോകത്തിലുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ മാറുമായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അതിന് മാറ്റമില്ല. ഒരുപക്ഷെ ചിലർ നമ്മളോട് വാഗ്ദത്തം പറഞ്ഞിട്ട് നിവൃത്തിയാക്കാൻ സമയമാകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ശേഷി ഇല്ലാതെ പോയാലും നമ്മളോട് പറഞ്ഞ ദൈവിക അരുളപ്പാടുകൾ ഒരിക്കലും മാറിപ്പോകുന്നില്ല. The people of this world, they might make some promises to us, but they might lose their ability to fulfill their promises. But our God, He is limitless. His ability He will always be able to fulfill His promises. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ മുന്നേറാം. So let's continue these days in prayer. അതിപ്രതിഫലമുള്ള മഹത്തായ ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ഓടാം. Let's hold fast to this faith, this great faith that we have. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് മറ്റേ പോർഷനിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. Let us I would like to spend some time in the Psalms. ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം. A couple of things from there. 12-ാം വാക്യം ഇങ്ങനെ, the verse 12 says, the righteous thrive like a palm tree and grow like a cedar tree in Lebanon. In verse 12, 12-ാം വാക്യം നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്. 92. സങ്കീർത്തനം 92:12, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. Planted in the house of the Lord, they thrive in the courts of our God. യഹോവയുടെ ആലയത്തിൽ നടുത്തലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. They will still bear fruit in old age, healthy and green. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചുമിരിക്കും. To declare the Lord is just, He is my rock, and there is no unrighteousness in Him. യഹോവ നേരുള്ളവൻ, അവിടെ നിന്റെ പാറ, അവിടെ സന്നിധിയിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. So who will really flourish, thrive like what is mentioned over there? ഇവിടെ വായിക്കുന്നത് പോലെ ആരാണ് ഇവിടെ പുഷ്ടി വെച്ചിരിക്കുന്നത്? It says planted in the house of the Lord. കർത്താവിന്റെ യഹോവയുടെ ആലയത്തിൽ തഴയ്ക്കുന്നവർ. They thrive in the courts of our God. കർത്താവ് യഹോവയുടെ ആലയത്തിൽ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ അവർ തഴയ്ക്കും. The promise is that they will continue to bear fruit even in old age. വാഗ്ദത്തം ഇതാണ്, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. Then they will say God is just. യഹോവ നേരുള്ളവൻ എന്ന് അവർ പറയും. There is no unrighteousness in Him. യഹോവയിൽ നീതികേടില്ല. But who is the person who will thrive? ആരാണ് ഇവിടെ ഈ പച്ച പിടിക്കുന്നത്, പുഷ്ടി വെച്ചിരിക്കുന്നത്? The word says the righteous thrive like a palm tree. അവിടെ നാം വായിക്കുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കും. If you are a righteous person, നാം നീതിയുള്ളവരാണെങ്കിൽ remember, ഓർക്കണം, for a time being it may feel like you will wither away. ചില സമയത്ത് നാം അവിടെ ക്ഷീണിച്ചു പോകുന്നു തോന്നാം. But God's promise is that you will thrive in the house of the Lord. യഹോവയുടെ വാഗ്ദത്തം ഇതാണ്,
യഹോവയുടെ ആലയത്തിൽ പ്രാകാരങ്ങളിൽ നാം തഴയ്ക്കും. Because the Lord is just. കാരണം ദൈവം നീതിയുള്ളവൻ. There is no unrighteousness in him. അവിടുത്തെ സന്നിധിയിൽ നീതികേടില്ല. You may be waiting for different things in your life. പല കാര്യങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കുകയായിരിക്കാം. Maybe every week you are expecting this week will be the week of my deliverance. ഓരോ ആഴ്ചയും ചിന്തിക്കുമായിരിക്കും ഈ ആഴ്ചയിൽ എനിക്കൊരു വിടുതൽ ലഭിക്കും. But you have not seen it. എന്നാൽ അത് കാണുന്നില്ല. But let me tell you something. Hold on to the promise of God. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുക. He cares for you. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. He has concern for you more than I have concern for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നിങ്ങൾക്ക് He has concerns for you more than your parents have concerns for you. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരത്തെക്കാൾ കൂടുതൽ ദൈവം നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നു. He has concern for you more than any human being will have in this world. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനുള്ളതിനേക്കാൾ കൂടുതൽ ഉപരിയായുള്ള വിചാരം നമ്മുടെ ദൈവത്തിനുണ്ട്. May the Lord continue to strengthen every one of us. ദൈവം നമ്മെ തുടർന്ന് നമ്മൾ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. Don't lose when you go through challenging times in life. ജീവിതത്തിൽ കഷ്ടതയുള്ള പ്രയാസമുള്ള കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നാം തളർന്നു പോകരുത്. Why I say this? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? I know personally that many are going through different challenging times in your life. എനിക്ക് വ്യക്തിപരമായിട്ട് ഇവിടെ പലരും ഇതുപോലത്തെ പ്രയാസമുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എനിക്കറിയാം. I can tell you one thing from the basis of the word of God. ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ഉറപ്പോടെ പറയാം. We can cast all our anxiety at his feet. നമ്മുടെ കഷ്ടങ്ങൾ നമ്മുടെ വേദനകളെല്ലാം അവിടുത്തെ പാദപീഠത്തിലെല്ലാം we can put it at his feet. We can put our burdens on his feet. Because he will care for us. ദൈവം നമുക്ക് വേണ്ടി കരുതും. This morning may the liberating power of the Holy Spirit liberate each and every one of us from all our fears. നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകട്ടെ. In the first service we sang, we are no more slaves to fear, but we have been set free. നാം ആദ്യത്തെ സർവീസിൽ നാം പാടിയതാണല്ലോ, നാം പാപത്തിന് നാം ഭയത്തിന് നാം അടിമകളല്ല, നമുക്ക് സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുന്നു. Let's come back to the scriptures we read in the beginning. നാം ആരംഭത്തിൽ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. So John chapter 7 verse 1 to 24 is what I want to share with you this morning. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. This morning what I want to talk to you about God's will above all other things. മറ്റെല്ലാത്തിലും ഉപരിയായി ദൈവഹിതം. God's will above everything else. ദൈവത്തിന്റെ ഹിതം മറ്റെല്ലാത്തിനും ഉപരിയായി. Now we saw last time when I spoke that many disciples left Jesus. കഴിഞ്ഞ ആഴ്ച ഈ ഭാഗത്തിൽ നാം പഠിച്ചപ്പോൾ നാം കേട്ടത് ഇതാണ്, അനേകം ശിഷ്യന്മാർ അനേക പുരുഷാരം യേശുവിനെ വിട്ടുപോയി. Because they said what Jesus is teaching is a hard thing. കാരണം അവർ പറഞ്ഞത് യേശുവിന്റെ വാക്കുകൾ അത് കഠിന വാക്കെന്ന് പറഞ്ഞു. It is not acceptable. അത് കേൾക്കുവാൻ എങ്ങനെ കഴിയും? That's where when the 12 disciples were left. അതുകൊണ്ട് 12 ശിഷ്യന്മാർ മാത്രം ബാക്കി നിന്നു. Then Jesus asked them a question. അവരോട് യേശു ചോദിക്കുകയാണ്, Do you want to go far away too? Do you? നിങ്ങൾക്കും എന്നെ വിട്ടു പോകണ്ടേ? It was at that time Simon Peter said, Lord, to whom shall we go? You have the words of eternal life. അപ്പോഴാണ് ശീമോൻ പത്രോസ് യേശുവിനോട് തിരിച്ചു പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ അവിടുത്തെ പക്കലുണ്ട്. He adds by saying, we have come to believe and know that you are the Holy One of God. അവിടെ പത്രോസ് ചേർത്ത് പറയുകയാണ്, അവിടുന്ന് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. This morning let me ask you, do we have the same conviction inside of us? ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടോ? That he is the Son of God, Holy One of God. യേശുവാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന്. He has the words of eternal life. നിത്യജീവന്റെ മൊഴികൾ യേശുവിന്റെ പക്കലുണ്ട്. Everything in this world is temporary and it will go away. ഈ ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികമാണ്, അത് മാറിപ്പോകും. But there is something which Jesus gives which transcends beyond our existence in this world. എന്നാൽ യേശു നമുക്ക് നൽകുന്നത് ഈ ലോകത്തിൽ ഒടുങ്ങുന്നതല്ല. There are times in our life where we go against the will of God because of the pressures of this world. ഈ ലോകത്തിലെ ചില സമ്മർദ്ദം മൂലം നാം പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ദൈവഹിതം മാറിപ്പോകാറുണ്ട്. There are a lot of pressures in this world. ഈ ലോകത്തിൽ പലവിധമായ സമ്മർദ്ദങ്ങളുണ്ട്. Some people marry wrong because they got pressure from parents. മാതാപിതാക്കളിൽ നിന്ന് അവരുടെ സമ്മർദ്ദം മൂലം
തെറ്റിപ്പോയി കല്യാണം കഴിച്ചവരുണ്ട്, or pressure from somebody else. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന്. There are people who take decisions in their life which they regret lifelong because they took decision based on pressure from someone else. ആരുടെയെങ്കിലും അടുക്കൽ നിന്നുള്ള സമ്മർദ്ദം മൂലം തെറ്റായ തീരുമാനങ്ങൾ There എടുത്തവരുണ്ട്. are also times in our life where we actually say to God, God, did I go wrong in this area of my life? ചില സാഹചര്യങ്ങളിൽ നാം നമ്മുടെ അവസ്ഥ നോക്കിയിട്ട് ദൈവത്തോട് ചോദിക്കും, ഈ വിഷയത്തിൽ ഞാൻ തെറ്റിപ്പോയോ? One thing I have realized in my life, എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, through interacting with many people, പലരോടും ഞാൻ there are many സംഭാഷിച്ചതാണ്. times in our life where we may deviate from the perfect will of God. ദൈവത്തിന്റെ കൃത്യമായ ഹിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥകൾ The നമുക്കുണ്ടാകാം. tragedy is when God clearly told us about something, still we went against that. That's a bigger problem. അവിടുത്തെ വലിയ പ്രശ്നം ഇതാണ്, ദൈവം കൃത്യമായ ഒരു കാര്യം ചെയ്യുവാൻ പറഞ്ഞു, അത് നാം ചെയ്യാതെ തെറ്റിപ്പോയി. Sometimes God gave a clear guidance, but we went contrary to that. ചില സാഹചര്യങ്ങളിൽ ദൈവം വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി, എന്നാൽ നാം അതിന് വിരുദ്ധമായി നാം സഞ്ചരിച്ചു. But there are also times where we were not quite sure. We ended up and then we realized that maybe it was not the will of God. എന്നാൽ ചില സാഹചര്യങ്ങളുണ്ട്, നമുക്ക് വലിയ ഉറപ്പില്ല, നിശ്ചയമില്ല. ആ സാഹചര്യങ്ങൾ വരുമ്പോൾ ചില അവസ്ഥകളിൽ ഇത് ശരിക്കും ദൈവഹിതമാണോ എന്ന് നാം But one thing I have realized, എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, God can still restore things back. ആ അവസ്ഥയിലും ദൈവത്തിന് യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയും. When you surrender situations at the feet of Jesus, നമ്മുടെ സാഹചര്യങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ, unconditionally when we say, God, I am willing to walk now according to your will, അൺകണ്ടീഷണൽ ആയിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കാമെന്ന് നാം ദൈവസന്നിധിയിൽ പറയുമ്പോൾ, God puts back things together. ചില കാര്യങ്ങൾ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. Once a father went and bought a beautiful puzzle for his kid. ഒരു പിതാവ് ഒരിക്കൽ തന്റെ കുഞ്ഞിന് വേണ്ടി ഒരു പസിൽ വാങ്ങിച്ചു. So his son was very excited to see the puzzle. ഈ മകൻ വളരെ സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. So this is a puzzle with lot of pieces. You have to put it together. ഇതൊരു ജിഗ്സോ പസിലാണ്. And so what happens is this boy starts putting the puzzles all together. ഇതിനെ ഒന്നൊന്നായിട്ട് അത് നിരത്തി വെക്കുവാൻ തുടങ്ങി ഈ പൈതൽ. But as he went ahead with that puzzle, താൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, he found that there were many pieces which did not fit in the in the whole thing. It didn't fit. അത് ശരിയായി അത് വയ്ക്കുവാൻ പല പീസുകളും താൻ കാണുവാനിടയായി. He wanted to fit a piece in one particular place, then he realized no, it's not fitting there. ഒരു സ്ഥലത്ത് താൻ ഒരു പീസ് എടുത്ത് വെക്കുവാൻ തുടങ്ങി, എന്നാൽ അവിടെ അത് വെക്കുവാൻ സാധിച്ചില്ല. He got really frustrated. തനിക്ക് വളരെ വിഷമം തോന്നി. He started forcing pieces into the puzzle where it didn't belong. It didn't belong in the first place. അത് ഇരിക്കേണ്ടാത്ത സ്ഥലങ്ങളിൽ ചില പീസുകൾ എടുത്ത് താൻ ഞെക്കി വെക്കുവാൻ തുടങ്ങി. He started bending some of the pieces. അതിനെ ചിലത് താൻ ഒടിക്കുവാൻ തുടങ്ങി. And he started pushing some of the pieces. അതിനെ താൻ തള്ളി വെക്കുവാൻ നോക്കി. But it did not work. എന്നാൽ അത് ശരിയായില്ല. It was not the thing which was emerging was not making sense. അത് നന്നായി ആ ചിത്രം നന്നായിട്ട് വന്നില്ല. Seeing the struggle of the child, തന്റെ ആ ബുദ്ധിമുട്ട് കണ്ടിട്ട് the father gently told him. ഈ പിതാവ് തന്നെ വിളിച്ചു. He said, son, you are trying to fit the piece where it does not belong in the first place. അത് ഇരിക്കേണ്ട സ്ഥലത്തല്ല ചില കഷ്ണങ്ങൾ നീ വെക്കുന്നത്. Trust the design of the puzzle. അത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു അതിൽ ആശ്രയിക്കുക. Trust the design of the puzzle. അതിൽ ആശ്രയിക്കുക. If you follow the picture on the box, ആ പടത്തിനെ അതിനനുസരിച്ച് വെച്ചാൽ, everything will come together perfectly. എല്ലാം നല്ല ശരിയായി തന്നെ വരും. Everything will come together perfectly if you are willing to follow the picture which is given to you on the box. ആ നൽകിയിരിക്കുന്ന ആ ചിത്രം അനുസരിച്ച് ഓരോന്നും വെക്കുകയാണെങ്കിൽ എല്ലാം കൃത്യമായി ഓരോ സ്ഥലങ്ങളിൽ വെക്കുവാൻ സാധിക്കും. This frustrated boy took a step back. ഈ മുഷിപ്പ് പിടിച്ച ഈ പയ്യൻ താനൊരു ചുവട് പിന്നിലേക്ക് എടുത്തു. And he followed his father's advice. താൻ തന്റെ പിതാവിന്റെ വാക്കുകൾ കേട്ടു. So he started moving things around. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. And then slowly he realized തനിക്ക് മനസ്സിലായി തുടങ്ങി, the puzzle was coming to a completion. അത് നന്നായി അത് പൂർത്തിയിലേക്ക് വരുന്നു. And it finally completed it. അവസാനം തനിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. And he saw a സാധിച്ചു. beautiful picture emerge out of it. നല്ല മനോഹരമായ ഒരു ചിത്രം. Why I told this story? എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് Many times in our own lives, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും we try to solve the puzzle based on our impulses. നമ്മുടെ ചില ആ സമയത്തെ നമ്മുടെ ഇമ്പൾസ് കാരണം നാം ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. Sometimes we try to solve puzzles based on the way we think it should be solved. ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം അതെങ്ങനെ നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് നാം അതിനെ സോൾവ് ചെയ്യാൻ We do not trust the designer completely.
നാം അതിന്റെ സൃഷ്ടാവിനിൽ ആശ്രയിക്കാറില്ല. We do not trust that. We think that the designer made a mistake. നാം പലപ്പോഴും ചിന്തിക്കുന്നത് സൃഷ്ടാവിന് അവിടെ ഒരു തെറ്റ് പറ്റി. We think that okay, the picture which is on the box is not going to emerge with patience and me working harder on this one. ആ ബോക്സിൽ നൽകിയിരിക്കുന്ന ചിത്രം ശരിയല്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് ശരിയാകുകയില്ല. Let me tell you what the father told the son this morning to you all. ഈ പിതാവ് തന്റെ മകനോട് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. Trust the design of the puzzle. ഇതിന്റെ ഡിസൈനിൽ ആശ്രയിക്കുക. Trust the design of the puzzle. അതിനെ ഡിസൈൻ ചെയ്തതിൽ ആശ്രയിക്കുക. Let me make it simpler. ഞാൻ കുറച്ചുകൂടി ലളിതമായി പറയട്ടെ. Trust your God that he has not done anything wrong in your life. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റും നമ്മുടെ ദൈവം ചെയ്തിട്ടില്ല എന്ന് ആശ്രയിക്കുക. തെറ്റ് പറ്റിയെങ്കിൽ മടങ്ങി വരാമെങ്കിൽ വീണ്ടും നന്നായിട്ട് നിവൃത്തിയാക്കാൻ അവൻ ശക്തനാണ്. Our God is able to restore us, put us back together if we come back even after being wrong. കുറച്ചു നേരം മുമ്പ് നമ്മൾ പാടിയത്. That's what we sang a little earlier. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ. Our Lord has not done anything wrong, evil to us. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ. Our Lord has done nothing which is not good. തിന്മയ്ക്കായി ഒന്നും ഭവിച്ചില്ലല്ലോ. Nothing happened to us for evil. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. Everything happened together for good. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ടിമുകുത്തൽ എഴുതിയ പാട്ടാണ്. It's a song which was written by Pastor Sam. ഇവിടെ വന്നിട്ടുണ്ട്, നമുക്കറിയാം. He has come here, we know him. അദ്ദേഹത്തിന്റെ സഹോദരൻ പാസ്റ്റർ സന്തോഷ് ജയിലിലായിരുന്നപ്പോൾ എഴുതിയ പാട്ടായിരുന്നല്ലോ, നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ എന്നുള്ള പാട്ട്. And he wrote a song which says we should not lose our hope when we have losses. We should not be tearful when we go through trouble. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. These trials are not to destroy you but to build you up and to bring you out as good pure gold. കർത്താവിന്റെ ദാസൻ by the way സന്തോഷ് പാസ്റ്റർ എബിൻ അലക്സ് പാസ്റ്റർ ഇന്ന് രാത്രി വരുന്നുണ്ട്. ഞങ്ങൾ actually we have a program tomorrow, day after tomorrow. So they are coming anyway. ഈ പാട്ടിനോടനുബന്ധിച്ച് ഞാൻ ഓർമ്മ വന്നതേ ഉള്ളൂ. But remember, എപ്പോഴും നമ്മൾ ഓർക്കണം, നിന്റെ ശോധനകൾ നിന്നെ തകർക്കുവാനല്ല. We should remember that our trials, it is not to destroy us. അത് നമ്മളെ പണിതെടുക്കുന്ന അനുഭവം. It is to build you up. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിന്റെ ചില പസിലുകൾ സോൾവ് ആകാതിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? If there are some puzzles in our lives which are not solved, what should we do? നമ്മൾ നമ്മുടെ മാസ്റ്റർ ക്രിയേറ്ററിൻ്റെ അടുക്കൽ, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിനടുക്കൽ വന്നിട്ട് പറയണം, കർത്താവേ ഞാൻ ഒത്തിരി ശ്രമിച്ചു, ഇത് സോൾവ് ആകുന്നില്ല, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയ്ക്ക് സകലതും കഴിയും. We should submit ourselves into the master creator's hand and say I tried many things to solve this puzzle but this is not solving. I submit myself into your hands. എവിടെ നമ്മൾ നമ്മുടെ പരാജയം സ്വീകരിക്കുന്നു അവിടെ മുതലാണ് ദൈവത്തിന്റെ ഒരു പുതിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. When we accept our failures, that's the beginning of the work of God in our lives. പക്ഷെ പലരും നമ്മുടെ തന്നെ അഹങ്കാരം കൊണ്ട്, ഞാൻ ആ വേർഡ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഉപയോഗിക്കുന്നത്, ഇംഗ്ലീഷ് ഞാനത് പ്രൈഡ് എന്നായിരുന്നു ഞാൻ പറയാൻ വന്നത്, മേ ബി ഇറ്റ്സ് എ സെയിം വേർഡ്. നമ്മുടെ അഹങ്കാരം കൊണ്ടും നമ്മുടേതായ ഏതാണ്ട് കൊണ്ടും നമ്മൾ കുറെ പസിൽ നമ്മുടെ സ്ട്രെങ്ത് കൊണ്ട് അല്ല നമ്മുടെ ബലം കൊണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. Because of our arrogance, because of our pride, we sometimes we most often tries to solve the puzzles in our lives ourselves. നമ്മൾ പലതിനെയും പുഷ് ചെയ്യുവാനും പലതിനെയും വളച്ചൊടിച്ച് കയറ്റാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. We try hard to put pieces in the places where it does not belong. എന്നാൽ സഹിഷ്ണുതയോടുകൂടെ സമാധാനത്തോടുകൂടെ നമ്മൾ ശ്രമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ മനോഹരമായ ആ ഒരു പിക്ചർ എമർജ് ചെയ്യും. അതിനായി നമുക്ക് ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. But if we submit our hands to God with patience and with endurance and with peace, we will see that the picture will emerge. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. പാട്ട് പാടിയാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിലും നമുക്ക് പാടുവാൻ കഴിയണം. The songs that we sing should apply to us even in difficult situations in our lives. പാട്ട് നമ്മൾ ചർച്ചിൽ വന്ന് മാത്രം പാടാനുള്ളതല്ല. The songs are not just to be sung in church. അസാധ്യതകൾ മുമ്പിൽ കാണുമ്പോൾ, when you see impossibilities, ഒരിക്കലും നടക്കത്തില്ലെന്ന് പിശാച് ചെവിയിൽ വന്ന് മന്ത്രം ഓതുമ്പോൾ, when the devil comes and tells in your ears that it will not happen, ചുറ്റും വെല്ലുവിളികളാണ് നമുക്ക് തോന്നുമ്പോൾ, around you it's all challenges, അതിന്റെ മധ്യത്തിൽ നീ പാടണം, even in the midst you should sing. നന്മയല്ല അതൊന്നും അവൻ ചെയ്തിട്ടില്ല.
My God has not done anything which is not തിന്മയ്ക്കായി good. ഒന്നും ഭവിക്കത്തില്ല. Nothing will happen to me for evil. ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിപ്പിക്കും. My God is doing everything good, everything together for good for me. കുരുട്ടിനടുക്കൽ നീ പാടണം. Even in the darkness we should be able to sing. ഹല്ലേലൂയ. മുങ്ങിപ്പോവാൻ തോന്നുമ്പോൾ നീ പാടണം. Even in the times when you sink, when you think you're sinking, you should sing. കഷ്ടങ്ങളുടെ മധ്യത്തിൽ നീ പാടണം. Even in troubles we should sing. ഈ പ്രതിസന്ധികൾ എന്നെ തകർക്കത്തില്ല. These difficulties will not destroy me. ഇതെന്നെ മുക്കിക്കളയത്തില്ല. This will not sink me. അന്നേരം പാടാം, ഈ വാരിധിയിൽ വൻനിരയിൽ തള്ളലേറ്റ് ഞാൻ മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ. Even in these difficult times, my Lord is in the boat which I am traveling. I will not sink. എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. My Lord is a God who turns impossibilities to possibilities. അന്ധകാരത്തെ വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് മാറ്റുന്ന ദൈവമാണ്. He is the one who leads me from darkness but to glorious light. ഹല്ലേലൂയ. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. That is the beauty. That's beauty of Christian life. ഗാനം പാടി ഞാൻ നാട്ടിലെത്തുമേ. ഹല്ലേലൂയ. I will sing and I'll reach my home. ഹല്ലേലൂയ. എൻ്റെ ഗാനം പാടി ഞാൻ എൻ്റെ നാട്ടിലെത്തും. I will sing my song and I'll reach my home. കർത്താവ് ഇന്ന് പകൽ നമ്മളെല്ലാം സഹായിക്കട്ടെ. May Lord bless us today. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ള നിയോഗമാണെങ്കിലും വചനം വായിച്ച വചനത്തിനോട് നീതി പുലർത്തുന്നതിനോടായി let me come back. Let me come back to the verse that we have read. Jesus encounters more issues in chapter 7. 7-ാം അധ്യായത്തിൽ യേശു മറ്റ് കൂടുതൽ പ്രശ്നങ്ങൾ യേശു അഭിമുഖീകരിക്കുകയാണ്. And I want to bring that Jesus is facing opposition here. യേശുവിന് അവിടെ എതിർപ്പ് കാണുന്നു. Misunderstanding here. യേശുവിന് അവിടെ തെറ്റിദ്ധാരണകളുണ്ട്. False judgment. അവിടെ തെറ്റായ വിധി from his own brothers as well as the religious leaders. തന്റെ സഹോദരന്മാരും അവിടുത്തെ മറ്റ് മത നേതാക്കന്മാരും. First thing we see here is there is a misunderstanding about Jesus' mission. യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് അവിടെ ഒരു തെറ്റിദ്ധാരണ which is emerging out of unbelief in Jesus. അത് യേശുവിലുള്ള വിശ്വാസക്കുറവ് കാരണം. It says that Jesus traveled in Galilee since he did not want to travel to Judea because the Jews were trying to kill him. യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് കൊണ്ട് യഹൂദ്യയിൽ സഞ്ചരിക്കുവാൻ മനസ്സിലായിരുന്നു. ഈ അത്ഭുതങ്ങളെല്ലാം കാണിച്ചതിനു ശേഷം, after teaching them, അവരെ പഠിപ്പിച്ചതിനു ശേഷം, after healing them, അവരെ സൗഖ്യമാക്കിയതിനു, after casting out the demons, അവിടെ ഭൂതങ്ങളെ പുറത്താക്കിയതിനു ശേഷം, after healing problems which were existing for years, അവിടെ വർഷങ്ങളോളമുള്ള പ്രശ്നങ്ങളെ യേശു സൗഖ്യമാക്കിയതിനു ശേഷം, still people want to kill Jesus. അതിനുശേഷം യേശുവിനെ അവർ കൊല്ലുവാൻ ആഗ്രഹിച്ചു. Jews wanted to kill Jesus. യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ their അന്വേഷിക്കുന്നു. primary problem was one issue. അവരുടെ പ്രശ്നം ഒന്നാണ്, he is violating the law. യേശു കൽപ്പന ലംഘിക്കുന്നു. he is healing on Sabbath day. ശബത്ത് ദിവസത്തിൽ യേശു സൗഖ്യമാക്കി. he is claiming things which are not acceptable. അവർക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ യേശു പറയുന്നു. so the Jews were against him, they wanted to kill him, so Jesus is traveling through Galilee. അവിടെ യഹൂദന്മാർ യേശുക്രിസ്തുവിനെതിരാണ്. അതുകൊണ്ട് യേശുക്രിസ്തു യഹൂദയിൽ പോവാതെ ഗലീലയിൽ തന്നെ സഞ്ചരിക്കുന്നു. but there is something more interesting happening there. എന്നാൽ അവിടെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. his brothers came to him. യേശുവിന്റെ സഹോദരന്മാർ അവരോട്, leave here and go to Judea. verse 3. Yeah, leave here and go to Judea so that your disciples can see your works that you are doing. യേശുവിന്റെ സഹോദരന്മാർ യേശുവിനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകുക. Verse 4 says, what no one does anything in secret while he is seeking public recognition. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്ന ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. if you are doing all these things, show yourself to the world. നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ it says that even his brothers did not believe in him. അവിടെ വായിക്കുന്നത് യേശുവിന്റെ സഹോദരന്മാർ യേശുവിൽ so they are urging him to go public. അവിടെ അവർ പ്രസിദ്ധനാകുവാൻ അവർ പറയുകയാണ്. in today's world, ഇന്നത്തെ കാലത്ത് they will say open a Facebook. അവിടെ ഫേസ്ബുക്കിൽ ലൈവ് ഇടുക. Facebook page. Jesus has to start a Facebook page. Facebook page തുടങ്ങാൻ പറയുന്നു. Instagram account തുടങ്ങണം. I don't know, TikTok is still available, probably yes. TikTok ഉണ്ടെങ്കിൽ അതും. and all other social media. എല്ലാ സോഷ്യൽ മീഡിയയിലും തുടങ്ങണം, ആരംഭിക്കണം. and we need to put the shots of whatever Jesus is doing. ചെയ്യുന്നതിന്റെ എല്ലാം ഷോർട്സ് റീൽസ് ഇടണം. go public. പ്രസിദ്ധനാകണം. his brothers did not realize the divine purpose of Jesus' life. യേശുവിന്റെ ദൈവികമായ പദ്ധതി തന്റെ സഹോദരന്മാർ മനസ്സിലാക്കിയില്ല. they wanted visible proof. അവർക്ക് തെളിവ് വേണമായിരുന്നു, shown to the world, ലോകത്തിന് കാണിക്കുവാൻ. but their hearts lacked faith. എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർ വിശ്വസിച്ചില്ല. it says they did not believe upon Jesus. തന്റെ സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചില്ല എന്ന് വായിക്കുന്നു. and then what happens is Jesus responds to them by saying something very important. അവിടെ വളരെ
പ്രധാനമുള്ള ഒരു കാര്യം യേശു മറുപടി Jesus says, പറഞ്ഞു. my time has not yet arrived. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. There are few places where Jesus says, my time has not arrived. എന്റെ സമയം വന്നിട്ടില്ല എന്ന് has യേശു not come yet. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് But പറഞ്ഞു. your time is always at hand. നിങ്ങളുടെ സമയം ഇപ്പോൾ തന്നെ. Jesus is saying, I operate in a different time zone. ഞാൻ മറ്റൊരു സമയത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. I don't operate in your time zone. നിങ്ങളുടെ സമയത്തിലല്ല. I operate in God's time. ദൈവത്തിന്റെ സമയത്തിൽ. Not on the basis of human pressure. മനുഷ്യന്റെ സമ്മർദ്ദത്തിലല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. It is not based on the influence of the people. മനുഷ്യർ പറയുന്നതിനനുസരിച്ചല്ല. See, in order for you to experience God's plans unfolding in your life, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ അത് പ്രവർത്തിക്കുന്നത് കാണുന്നു. You need to operate in God's timing. ദൈവത്തിന്റെ സമയത്തിൽ നാം പ്രവർത്തിക്കണം. You also have to trust in the process through which God takes you to. ദൈവം നമ്മെ കടത്തി കൊണ്ടുപോകുന്ന ആ വഴിയിൽ നാം ആശ്രയിക്കണം. Sometimes His process may be there to humble ours. നമ്മെ താഴ്ത്തുവാൻ അവിടെ പദ്ധതി ഉണ്ടായിരിക്കാം. Sometimes it may be to teach us new lessons. നമ്മെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ. Sometimes it may be for a purpose which is beyond our comprehension at this point of time. ഈ സമയത്ത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതായിരിക്കാം. But we have to trust that God's timings are perfect. എന്നാൽ ദൈവത്തിന്റെ സമയം അത് പെർഫെക്റ്റ് ആണ് നാം ആശ്രയിക്കണം. But we have to also realize that there will be pressures from the world. ഈ ലോകത്തിൽ നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്ന് നാം അറിയണം. Just like here Jesus is being advised by his brothers, go and show yourself publicly in Judea. അവിടെ വെളിയിൽ പ്രസിദ്ധനാക്കുവാൻ വേണ്ടി യഹൂദയിൽ പോകുവാൻ വേണ്ടി തന്റെ സഹോദരന്മാർ പറയുന്നത് പോലെ. And one thing I liked, I want to note about Jesus is Jesus did not get disappointed by the fact that his own brothers misunderstood him. യേശു ഇവിടെ താൻ തളർന്നു പോകുന്നില്ല, തന്റെ സഹോദരന്മാരും തന്നെ മനസ്സിലാക്കിയില്ല എന്നുള്ള വിഷയം കാരണം. And many times when somebody says something, പലപ്പോഴും പലരും പലത് പറയുമ്പോൾ, I have always realized one thing. എനിക്കൊരു കാര്യം ഇങ്ങനെ, I have told this many times. ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. One of the weapons which enemy uses, ശത്രു ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. What is that enemy? The weapon which uses is what is called as darts. ആ ആയുധം എന്താണ്? നമുക്കെതിരെ എയ്യുന്ന അമ്പുകൾ, തീയമ്പുകൾ. What is that dart? എന്താണ് ആ തീയമ്പ്? Talk about the spiritual warfare. ഞാൻ നമുക്ക് ആത്മീയമായ യുദ്ധകളത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. It says, block it with the shield of faith. അത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിച കൊണ്ട് നാം അതിനെ എതിർക്കണം. Have you realized what is that fiery dart which comes? ആ തീയമ്പ് എന്താണെന്ന് നാം മനസ്സിലാക്കുന്നുണ്ടോ? It is a literal one. അതൊരു അക്ഷരീകമായ ഒരെണ്ണമാണ്. If it is a real one, you can't stop with the shield of faith. ആത്മീയമായ പരിച, വിശ്വാസത്തിന്റെ പരിച കൊണ്ട് നമുക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല. Maybe, but in the real sense, let's be natural realm, it's not possible. നാം ഒരു മാനുഷികമായ യാഥാർത്ഥ്യമായി നാം ചിന്തിച്ചു നോക്കിയാൽ. But one thing I have realized, എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്, it is the statements which originates from the pit of the devil. ശത്രുവിന്റെ കെണിയിൽ നിന്ന് കുഴിയിൽ നിന്ന് ഉയരുന്ന വാക്കുകളാണത്. What are those words? എന്താണ് ആ വാക്കുകൾ? It's not going to happen. അത് നടക്കില്ല. It's not going to happen. അത് നടക്കില്ല. Just like the 10 people out of the 12 who went out to spy out the land said, കനാൻ ദേശത്തെ ഒറ്റ നോക്കുവാൻ പോയ ആ 10 പേർ പറഞ്ഞതുപോലെ, it is not going to happen. അത് നടക്കില്ല. Once upon a time I was in a call. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു കോളിലായിരുന്നു. One person was telling the other person. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നത്. I felt very sad about it. എനിക്ക് വളരെ വിഷമം. They were not telling me or anything like that, but I was part of that conversation. എന്നോടല്ല പറയുന്നത്, എന്നാൽ ആ സംഭാഷണത്തിൽ ഞാൻ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വിഷമം തോന്നി. So this person was trying to challenge the other person about something he was saying. താൻ പറഞ്ഞ ഒരു കാര്യത്തെ എതിർത്തുകൊണ്ട് ഈ മറ്റു വ്യക്തി പറയുകയായിരുന്നു. He said, even മലയാളത്തിൽ അങ്ങ് പറയാം, മലയാളത്തിലായിരുന്നു അത് പറഞ്ഞത്. It was said in Malayalam. തലകുത്തി എന്ന് പറഞ്ഞു നിന്നാലും, even if you try your hardest, ഇതിൽ കൂടുതലൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. There is nothing more which will happen there. കൂടി വന്നാൽ, the utmost which will happen. രാവിലെ മുതൽ രാത്രി വരെ ആ ദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നാൽ, even if you roam around, if you walk around that city for the whole day and night, ഇതിന്റെ അപ്പുറത്തേക്കൊന്നും നടക്കാൻ പോകുന്നില്ല. there is nothing more which will happen. Praise God. Hallelujah. നിങ്ങളൊന്ന് ചിന്തിച്ചേ. Think about this. പുതിയതായിട്ട് ഒരു പ്രവർത്തനം ആരംഭിച്ച ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? If somebody who started a new ministry in a new place, if he's told this, what will he feel? ഞാൻ എൻ്റെ മനസ്സിൽ അന്നത് കുറിച്ചിട്ടു. I wrote this down in my mind that day. എനിക്ക് നല്ല ഉറപ്പുണ്ട്. I had the assurance.
കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ, if our Lord's coming tarries ആ പട്ടണത്തിൽ, in that city, എവിടാന്നൊന്നും ഞാൻ പറയുന്നില്ല, I'm not going to tell where, ഇതിൽ കൂടുതൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ അതിനേക്കാട്ടിലുപരിയായി ദൈവമക്കൾ ആ പട്ടണത്തിൽ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുമെന്ന് എൻ്റെ അന്തരാത്മാവിൽ എനിക്ക് വിശ്വാസമുണ്ട്. nothing more will happen. The place which was said nothing more will happen, in that place more believers will gather and there'll be more people for our God. I know, I have that assurance in my അദ്ദേഹം heart. ഒരു നമ്പർ പറഞ്ഞിട്ട് ഇതിൽ കൂടുതലൊന്നും നടക്കത്തില്ലെന്ന്. He gave a number and said there nothing more will പക്ഷേ എൻ്റെ happen. അകത്ത് ഒരു ഉറപ്പുണ്ട്. In my deep എന്നോട് inside പറഞ്ഞ I have an വിഷയമല്ല. assurance. It's not it was not something അതിന്റെ which he told കാരണം to me. എന്താണെന്നറിയാമോ? Do you know why? അപ്പം ഞാനൊരു കാര്യം വിവേചിച്ചു മനസ്സിലാക്കി. I discerned something then. ഇത് ആ ദേശത്തെ ദൈവിക പദ്ധതിക്കെതിരെ പിശാചിന്റെ വെല്ലുവിളിയാണ്. It is a challenge again by the devil against God's work in that ഇതൊരു city. തീയമ്പാണ്. It is a dart from ഈ God. തീയമ്പ് വിശ്വാസം എന്ന പരിച കൊണ്ട് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അത് ഉള്ളിൽ തറച്ചാൽ, If we don't block it with the shield of faith, but if it hits your heart, എന്ത് സംഭവിക്കും? what will happen? എന്തോ സംഭവിക്കും. ഒരു തീയമ്പ് നമ്മുടെ ഉള്ളിൽ തറച്ചു പോയെന്ന് നമ്മൾ തീരും, അതോടെ തീരും. If a fiery dart hits us, we will die. ഇതുപോലെയാണ് പിശാചിന്റെ പല തന്ത്രങ്ങളും. The enemy's schemes are like this. പിശാചിന് എന്ത് ചെയ്യാൻ പറ്റും? What can the enemy do? നമ്മളെ വന്ന് അടിക്കാൻ പറ്റുമോ? Can he come and hit us? യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട നമ്മളെ അവന് തൊടാനൊക്കത്തില്ല. He cannot touch us who have been saved by the blood of Jesus. ഹല്ലേലൂയ. Amen. ഞാനൊരു കാര്യം പറയാം. Let me say one thing. എത്ര അന്യാരാധന ശക്തികൾ എഴുന്നേറ്റാലും, how many ever the sorceries or the evil spirits rise up here, അന്യാരാധന ശക്തികൾ എത്ര പ്രബലമായി എഴുന്നേറ്റാലും, evil worship spirits, how much ever is rises here, ഈ ദൈവവചനം പറയുന്നു, the word of God tells us, ഹല്ലേലൂയ, യഹോവയായ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ ദാഗോന്റെ ബിംബത്തിന് നിൽക്കാൻ പറ്റിയില്ല. the enemy cannot stand before the ark of the covenant of our God. ആദ്യത്തെ ദിവസം മറിഞ്ഞു വീണു. The first day the എല്ലാവരും Dagon കൂടെ fell പൊക്കിയെടുത്ത് down. വെച്ചു. The people put it back. രണ്ടാം ദിവസം ദാഗോൻ നാണ്ട ഇടിച്ച് പൊളിഞ്ഞ് കയ്യും കാലും എല്ലാം പോയി കിടക്കും. Second time it fell down and it got destroyed. Its parts are in different ദൈവത്തിന്റെ വചനം places. പറയുന്നു, The word of God tells ആ us, വിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ യാക്കോബിന് പറ്റുകയുമില്ല. the sorcery will not come, the evil spirits will not come against Israel, will not come against Jacob. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. We should have faith in the word of God. അതുകൊണ്ട് ഞാൻ പറയുന്നു, So that's why I'm telling, ശത്രു എന്തെല്ലാം ചെയ്ത് വിട്ടാൽ whatever the enemy sends us, വിശ്വാസത്തിന്റെ പരിചയം എടുത്തിട്ട് അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. we should take the shield of faith and block it. മിക്കവാറും അവൻ പറയാൻ പോകുന്നത് നീ കേട്ട ദൈവിക ആലോചന ദൂതിനെതിരായിരിക്കാം. Most often what he tells will be against the promises that you heard about from God. ഏലിയാവിനെ പറ്റി ദൈവത്തിന് ഒരു പർപ്പസ് അല്ലെങ്കിൽ കുറച്ച് പർപ്പസ് ബാക്കിയുണ്ട്. About Elijah, God had certain purposes left. അങ്ങനെ നിൽക്കുമ്പോഴാണ് At that time, ഇസബേലിന്റെ വാക്ക് ഏലിയാവിന്റെ അടുക്കൽ എത്തുന്നത്. the word of Jezebel reaches ആ ഒരൊറ്റ വാക്ക് Elijah. കണ്ട അവന്റെ മനസ്സ് ഇടിഞ്ഞു പോയി. At that time he was discouraged. അവൻ മരിക്കണം, സൂയിസൈഡൽ ടെൻഡൻസി വരെ വന്നു. He even had the suicidal tendency. ശത്രുവിന്റെ വാക്കിന് ഭയങ്കര ശക്തിയുണ്ട്. The words of the devil has നിന്നെ so much power തളർത്താൻ to ഒരുപക്ഷെ weaken you. രോഗത്തിന് കഴിഞ്ഞില്ലെങ്കിലും, Maybe a disease cannot weaken you. പ്രതിസന്ധികൾക്ക് നിന്നെ തളർത്താൻ The കഴിഞ്ഞില്ലെങ്കിലും, challenges may not be able to weaken you. പിശാച് എഴുതി വിടുന്ന ചില വാക്കുകൾ മതി നിന്നെ തളർത്തിയിടുവാൻ. Certain words which are sent by the devil that may be able to അതിനെ weaken you. മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനം വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് എഴുന്നേറ്റ് നിൽക്കണം. If you understand that, people of God, you should stand up with the shield of faith. നിങ്ങൾ എന്തു പറയണം? What should we say? ഓ, പിശാച് പറയുന്നത് മനസ്സിലായി, We understood what the devil is saying. പക്ഷേ എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അതിനെക്കാട്ടിലും വലുതാണ്. But the promise of God which came from God, it is bigger than that. പിശാച് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം മാനുഷികമായി. When I think from a human mind, what the devil said might be true. എന്നാൽ ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ മുന്നേറുന്നു. But not my side, but by faith I എന്റെ am moving ദൈവത്തിന്റെ forward. വചനം എന്തു പറയുന്നു അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. Whatever the word of God tells me, I am believing that. ഈ നാളുകളിൽ In these days, പിശാചിന്റെ ദൂത് റിപ്പീറ്റ് ചെയ്യല്ല വായി കൊണ്ട്. don't repeat the words of the devil. കർത്താവിന്റെ ദൂതുകൾ വായി കൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. Instead, say the promises of our Lord. പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? What does the devil things wants അവൻ us to do? പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കണം. The things of failures and negativity we should repeat. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. Nothing is going to happen. നോക്കട്ടെ എവിടെ വരെ പോകുന്നു. Let me see how far you will go. ദൈവത്തിന്റെ ദൂത് എന്താണ്? What is the word of God? ഹല്ലേലൂയ. നിനക്കൊരു ഏലീശായെ അഭിഷേകം ചെയ്യുവാനുണ്ട്. You have to anoint an Elisha. നിനക്ക് ചില പദ്ധതികൾ ബാക്കിയുണ്ട്.
There is more purpose for you. ഇന്ന് രാവിലെ ഹല്ലേലൂയ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. Today morning, let me remind you once more. വിശ്വാസത്തിന്റെ പരിചയം എടുത്തവന്റെ തീയമ്പുകളെ ബ്ലോക്ക് ചെയ്യുക. Block the fiery arrows, the darts which are sent by the devil using the shield of faith. അപ്പോൾ ഇവരുടെ വാക്കിന്റെ മുമ്പിൽ യേശു പതറിയില്ല. Listening to the words of his brothers, Jesus did not weaken. ഞാൻ പെട്ടെന്ന് രണ്ട് കാര്യം കൂടി അവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Let me remind two things from there. Second thing we see, there is a confusion and there is a division. അവിടെ ഒരു കൺഫ്യൂഷൻ, ഒരു ഭിന്നത ഉണ്ടാകുന്നു. When verse 10 onwards, when you see 10ാം വാക്യം മുതൽ വായിക്കുമ്പോൾ people were divided about their opinion about Jesus. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അഭിപ്രായം രണ്ട് തരത്തിൽ നാം കാണുന്നു. Some thought that Jesus was very good. What he is saying is from God. യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണ്, യേശു ഒരു നല്ല വ്യക്തിയാണെന്ന് അവിടെ ഒരു But some വിഭാഗം people say പറയുന്നു. no, he is deceiving people. He is a deceiver. He is a cheat. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് യേശു വഞ്ചിക്കുന്നവനാണ് എന്ന് But പറഞ്ഞു. nobody was talking publicly about Jesus. എന്നാൽ പ്രസിദ്ധമായി ആരും അവരെക്കുറിച്ച് യേശുവിനെ Because they were സംസാരിച്ചില്ല. afraid of the Jews. കാരണം യഹൂദന്മാരെ So പേടിച്ചിട്ട് there is confusion, there is division among people. അവിടെ കൺഫ്യൂഷൻ ഉണ്ട്, അവിടെ ഭിന്നതയുണ്ട്. Fear kept many people silent. ഭയം അവിടെ പലരെയും They were അവരെ അടക്കി afraid they would be നിർത്തിയാണ്. thrown out of the synagogues. അവർ സിനഗോഗിൽ നിന്ന്, അവരുടെ ദേവാലയത്തിൽ നിന്ന് അവരെ പുറത്താക്കുമെന്ന് ഭയന്ന് അവർ മിണ്ടാതിരുന്നു. They were afraid of the religious leaders of those days. അവിടെ മത നേതാക്കന്മാരുടെ മുൻപിൽ അവർ ഭയപ്പെട്ടു നിന്നു. But they were also amazed at the teachings of Jesus. എന്നാൽ യേശു പഠിപ്പിച്ച വാക്കുകൾ But they കേട്ട് were also skeptical about what Jesus was saying. എന്നാൽ യേശു പറയുന്നതിനെ അവർ വിമർശിച്ചു കേട്ടു. The popular opinion was not in the favor of Jesus. അത് കൂടുതൽ ജനം പറഞ്ഞത് യേശുവിന് അനുകൂലമായിരുന്നില്ല. Some days ago, ചില ദിവസങ്ങൾക്ക് മുൻപ് if you would have gone and taken a survey or vote, വോട്ടെടുത്തിരുന്ന ഒരു സർവേ ചെയ്തിരുന്നെങ്കിൽ what would have happened? There were thousands of people with Jesus. ആയിരക്കണക്കിന് പേർ യേശുവിനോട് കൂടെ ആയിരുന്നു. They were all happy. അവരെല്ലാം സന്തോഷമുള്ളവരായിരുന്നു. But now Jesus is left with the 12 disciples. എന്നാൽ ഇപ്പോൾ 12 പേരും മറ്റു ചിലർ മാത്രം യേശുവിനോട് കൂടെ. Remember, ഓർക്കുക, faith in Jesus യേശുവിലുള്ള വിശ്വാസം will not work out അത് പ്രവർത്തിക്കില്ല if you are going after popular opinions and ideas. ഈ ലോകത്തിൽ കൂടുതൽ ജനം പറയുന്നതനുസരിച്ചും അവരുടെ ചിന്തകളുടെ പിന്നാലെ പോയാൽ. But in order to know Jesus, എന്നാൽ യേശുവിനെ അറിയണമെങ്കിൽ we need a revelation. നമുക്ക് ഒരു വെളിപ്പാടുണ്ടാകണം. That is why in the Gospel of John, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ unless Father attracts, brings, പിതാവ് നമ്മെ വിളിച്ചില്ലെങ്കിൽ, പിതാവ് nobody ആകർഷിക്കാതെ will come to him. യേശുവിന്റെ അടുക്കൽ ആർക്കും വരുവാൻ It is a സാധിക്കില്ല. revelation who Jesus is. യേശു ആരെന്നുള്ള വെളിപ്പാടാണത്. It is a revelation. അതൊരു വെളിപ്പാടാണ്. It is a supernatural experience. അത് ദൈവികമായ ഒരു Never അനുഭവമാണ്. underestimate the power of prayer behind somebody surrendering their life to Jesus. ഒരു വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രാർത്ഥനയുടെ ശക്തി നാം ഒരിക്കലും കുറയ്ക്കരുത്. Don't expect that we can win spiritual battles with our own strength or with our words. ആത്മീയ പോർക്കളത്തിൽ നമുക്ക് ഈ യുദ്ധം നമ്മുടെ ശക്തിയാൽ ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. Prayer must be the mainstream. പ്രാർത്ഥനയായിരിക്കണം ഏറ്റവും വലിയ ആയുധം. If prayer is mainstream in a church, ഒരു സഭയിൽ പ്രാർത്ഥന ഏറ്റവും മുന്നിൽ that നിന്നാൽ church will conquer the enemy. ശത്രുവിനെ കീഴടക്കുവാൻ കഴിയും. If church is the mainstream of the church, പ്രാർത്ഥനയാണ് ഒരു സഭയുടെ that മുഖ്യധാരയെങ്കിൽ church will move forward fulfilling the purpose of God in the land God has placed them. ദൈവം അവരെ നിർത്തിയിരിക്കുന്ന ആ സ്ഥലത്ത് അവർ ദൈവ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങും. When prayer moves from mainstream to a side thing, പ്രാർത്ഥന മുഖ്യധാരയിൽ നിന്ന് സൈഡിലേക്ക് മാറുമ്പോൾ, that's where the church faces casualties. സഭയ്ക്ക് അവർ അപകടങ്ങൾ തുടങ്ങും. Here they were confused. ഇവിടെ അവർ There കൺഫ്യൂഷൻ is ഉണ്ട്, division. അവർക്ക് ഭിന്നതയുണ്ട്. Remember, faith in Jesus is a matter of revelation. ഓർക്കണം, യേശുവിലുള്ള വിശ്വാസം അതൊരു വെളിപ്പാടാണ്. And if you have received that revelation, നാം ആ വെളിപ്പാട് you need ലഭിച്ചവരാണെങ്കിൽ to hold on to that. അതിൽ നാം മുറുകെ പിടിക്കണം. So there is all these things going on, misunderstanding about the mission of Jesus, confusion and division about whether Jesus is true or not. അവിടെ യേശു സത്യമാണോ അത് ഒരു തെറ്റാണോ എന്നുള്ള വിഷയത്തിൽ ഭിന്നതയും കൺഫ്യൂഷനും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അവിടെ Today കാണുന്നു. also there is lot of divisions and confusions happening around. ഇന്നും അതുപോലെ തന്നെ വളരെയധികം ചിന്തകളും ഭിന്നതകളും ഈ വിഷയത്തിലുണ്ട്. Now that is where I want to bring the last aspect from that portion this morning. ആ ഭാഗത്തിൽ നിന്ന് അവസാനത്തെ വിഷയം ഞാൻ കൊണ്ടുവരട്ടെ. When you read verse 20 onwards, 20-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ they are telling Jesus something which is very hurtful. അവിടെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയം He says, you have a demon. അവിടെ പറയുന്നത് നിനക്ക് ഒരു ഭൂതമുണ്ട്. They are saying, Jesus, you have a demon. അതിന് പുരുഷാരം അവിടെ യേശുവിനോട് പറയുന്ന ഇതാണ്, നിനക്കൊരു ഭൂതമുണ്ട്. The one who casted out demons
ഭൂതത്തെ പുറത്താക്കിയവനോട്, one who has authority over everything, എല്ലാറ്റിനും മേൽ who is അധികാരമുള്ളവൻ, ദൈവികമായുള്ളവനോട്, who came from the heaven, പിതാവിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവനോട്, who existed even before anything existed. എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവനോട്. These people are telling, the crowd is accusing, you are demon possessed. പുരുഷാരം അവനോട് പറയുന്നു, യേശുവിനോട് പറയുന്നത് നിനക്കൊരു ഭൂതമുണ്ട്. Why did they say? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? Because Jesus exposed their hypocrisy. അവരുടെ കപടഭക്തിയെ യേശു വെളിയിൽ If you read കൊണ്ടുവന്നു. the previous verses, മുമ്പിലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ Jesus is telling യേശു very പറയുന്നു, plainly, യേശു വളരെ വ്യക്തമായി പറയുന്നു, my teaching isn't mine, but it is from the one who sent me. 15 വാക്യത്തിൽ എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. And then Jesus further says, didn't Moses give you the law? അവിടെ മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ? And none of you keep the law. എങ്കിലും നിങ്ങൾ ആരും ന്യായപ്രമാണം But ആചരിക്കുന്നില്ല. because I performed a healing on Sabbath. ഞാൻ ശബത്ത് ദിവസത്തിൽ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട്, And in the following verses you can read about it, that you want to kill me. അതുകൊണ്ട് എന്നെ കൊല്ലുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ When Jesus exposed the hypocritical attitude of these people, ഈ പുരുഷാരത്തിന്, ഈ ജനത്തിന്റെ കപടഭക്തിയെ യേശു പുറത്തു കാണിച്ചപ്പോൾ, that's where they are calling Jesus names that they are calling demon. അപ്പോഴാണ് യേശുവിനെ അവർ മറ്റു പേരുകൾ വിളിക്കുവാൻ തുടങ്ങിയത്. അവിടെ ഭൂതം എന്ന് വിളിക്കുവാൻ. People are like that from the beginning. ആരംഭം മുതലേ ജനം അങ്ങനെ തന്നെയാണ്. When they get exposed, they may make a lot of noise. അവരുടെ കപടഭക്തി, അവരുടെ കളവ് വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. They will start saying a lot of things. ഒരുപാട് കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ they call names. അവർ ഇതുപോലെ മറുപേര് വിളിക്കും. Now here Jesus is called as a demon. They are telling you are a demon. ഇവിടെ യേശുവിനെ വിളിച്ചത് ഭൂതമെന്ന്. But Jesus uses an example to again expose their hypocrisy. അവരുടെ കപടഭക്തിയെ വെളിയിൽ കൊണ്ടുപോകാൻ യേശു വീണ്ടും ഒരു ഉദാഹരണം അവിടെ Jesus is പറഞ്ഞു. saying, if you could circumcise on Sabbath, യേശു അവിടെ പറയുന്നത്, നിങ്ങൾക്ക് ശബത്ത് ദിവസത്തിൽ പരിശോധന ചെയ്യുവാൻ കഴിയുമെങ്കിൽ, why were you upset that I healed a person on the Sabbath? നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ശബത്ത് ദിവസത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിൽ എന്നുള്ളതിൽ എന്നോട് ഈർഷ്യപ്പെടുന്നത്? I healed a person on the day of Sabbath and you want to kill me. ഞാൻ ശബത്ത് ദിവസത്തിൽ ഒരുവനെ സൗഖ്യമാക്കി നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. But you have no problem നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല with doing other things on the day of Sabbath. ശബത്ത് ദിവസത്തിൽ മറ്റു പ്രവർത്തികൾ ചെയ്യുന്നതിൽ. Then Jesus makes the statement. ഈ വാചകം He അതിനുശേഷമാണ് says, പറയുന്നത്, stop judging by external appearances, outward appearances. കാഴ്ചപ്രകാരം വിധിക്കരുത്, Rather judge according to righteous judgment. നീതിയുള്ള വിധി വിധിക്കുവീൻ. They were very shallow in their judgment. അവർ വിധിക്കുന്നതിൽ അവർ ഉപരിയായി നോക്കി മാത്രമാണ്. What was the problem with these people? ഈ ജനത്തിന് ഇവരുടെ പ്രശ്നം എന്താണ്? See, this is a problem of today also. ഇന്നത്തെയും പ്രശ്നം ഇത് തന്നെ. They are very zealous. അവർക്ക് വളരെ വീറുള്ളവരാണ്. They want to do a lot of things. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. They want to ആഗ്രഹമുണ്ട്. hold on to the scriptures. അവർക്ക് ന്യായപ്രമാണം മുറുകെ പിടിക്കണം. But they are missing the heart of God's law. എന്നാൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ യഥാർത്ഥ അർത്ഥം അവർ I മനസ്സിലാക്കുന്നില്ല. hope today some of you are able to comprehend what is happening here. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാകുമെന്ന് They ഞാൻ are കരുതുന്നു. accusing they want to kill Jesus because Jesus did this on the Sabbath. ശബത്ത് നാളിൽ സൗഖ്യമാക്കിയത് കാരണം യേശുവിനെ കൊല്ലുവാൻ അവർ ആഗ്രഹിക്കുന്നു. They had a lot of issues with Jesus because Jesus was exposing their hypocrisy. യേശുവിനെതിരെ അവർക്ക് വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു, കാരണം അവരുടെ But കപടഭക്തിയെ Jesus യേശു is വെളിയിൽ telling കാണിച്ചു. you are making shallow judgments. അവർ കാഴ്ചയാൽ മാത്രം വിധി നിങ്ങൾ ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞു. You are judging a lot of things by mere appearance. അവിടെ കാഴ്ചപ്രകാരം മാത്രം നിങ്ങൾ വിധികൾ പലതും But പുറപ്പെടുവിക്കുന്നു. what you need to do is you need to righteously judge. നീതിയുള്ള വിധി വിധിക്കണം. Righteous judgment is based on the reality and the truths. സത്യവും യഥാർത്ഥവും അനുസരിച്ചായിരിക്കും നീതിയുള്ള വിധി. Not based on some hypocrisy. കപടഭക്തി കൊണ്ട് മാത്രമല്ല, Not based on some superficial aspects. വെളിയിൽ കാഴ്ചയാൽ മാത്രം കാണുന്നത് But കൊണ്ടല്ല, it should be based on the reality. എന്നാൽ സത്യം അനുസരിച്ച്, Here യഥാർത്ഥമനുസരിച്ച്. Jesus is telling the true teaching. യേശു ഇവിടെ സത്യവചനം പറയുന്നു. What is the true teaching? എന്താണ് ഇവിടുത്തെ സത്യവചനം? The true teaching which Jesus is telling is, യേശു പറയുന്നത്, stop judging according to what is only external. കാഴ്ചപ്രകാരം മാത്രമുള്ളത് വെച്ച് വിധിക്കരുത്. Some people use these words to say that you can be shabby and you can, you don't have to wear proper clothes and all. ചിലർ ഈ വാക്യം എടുത്തിട്ട് നിങ്ങൾ എങ്ങനത്തെ വസ്ത്രം ധരിച്ചാലും സാരമില്ല, എങ്ങനെ നിങ്ങൾ നടന്നാലും സാരമില്ല എന്ന് പറയും. See, that is not the intent. അതല്ല ഇതിന്റെ അർത്ഥം. There is a song in Hindi. ഹിന്ദിയിൽ ഇങ്ങനെ ഒരു ഗാനമുണ്ട്, Ishu mere andar chalki baatein bahar. Jesus is inside me. All the things are gone out of me. യേശു എൻ്റെ ഉള്ളിൽ
എല്ലാ മ്ലേച്ഛതകളും വെളിയിൽ പോയി. Now I am a changed person. ഞാൻ രൂപാന്തരപ്പെട്ട ഒരു Let me വ്യക്തിയാണ്. just just say that. And all my external appearances have transformed. എൻ്റെ വെളിയിലുള്ള എൻ്റെ കാഴ്ചയാൽ എനിക്കുള്ളതെല്ലാം അതിനെല്ലാം രൂപാന്തരം When വന്നു. an inner transformation happens, അന്തരാംഗത്തിൽ ഒരു it രൂപാന്തരം will be വരുമ്പോൾ evident and visible outside also. അത് പുറമേയും കാണും. So this morning, you need to understand that. ഇന്ന് പ്രഭാതത്തിൽ നാം അത് മനസ്സിലാക്കണം. The standard is based on the truth and righteousness, സത്യമനുസരിച്ചായിരിക്കണം, not based on something traditionally we know. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നാം അറിയുന്ന ചില കാര്യങ്ങൾ അനുസരിച്ചാകരുത്. So these people, they were very zealous. ഈ ജനം ഇവർ വളരെ വീറുള്ളവരായിരുന്നു. Actually, a lot of people will say Pharisees were the worst people. Yeah, from a hypocrisy standpoint, they were worse. ചിലർ ഫരീസന്മാരെ കുറിച്ച് ഇങ്ങനെ പറയും, അവരാണ് ഏറ്റവും ദുഷ്ടനായിട്ടുള്ള മനുഷ്യർ. ശരിയാണ്, കപടഭക്തി അനുസരിച്ച് അവരായിരുന്നു. But I always think that, they were good in some aspects. They failed miserably in some aspects, but they were good in some aspects. എന്നാൽ ഞാൻ പറയുന്നത് അവർ പല കാര്യങ്ങളിലും അവർ വളരെയധികം തോറ്റുപോയവരായിരുന്നു, എന്നാൽ ചില കാര്യങ്ങൾ നല്ലവരായിരുന്നു. They used to give tithe on everything. അവരെല്ലാത്തിലും അവർ ദശാംശം കൊടുത്തു. If some mustard seed grows on their garden, നമ്മൾ വായിക്കുന്ന ഒരു ചെറിയ ജീരകമാണെങ്കിൽ പോലും they will be very faithful with everything. അതിനും അവർ വിശ്വസ്തയോടെ അവർ ദശാംശം കൊടുക്കും. They ignored the weightier things of the law. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ഘനമായ കാര്യങ്ങൾ അവർക്ക് വിട്ടുപോയി. They ignored a lot of things which God really intended. ദൈവം ആഗ്രഹിച്ച ചില വിഷയങ്ങൾക്ക് അവർ വിട്ടുപോയി. This morning, as we are in the presence of the Lord, ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, let me conclude here. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. See, doing God's will above all is very critical for a child of God's life. എല്ലാറ്റിനുപരിയായി ദൈവഹിതം പ്രവർത്തിക്കുന്നത് ഒരു ദൈവ പൈതലിന് വളരെ പ്രധാനമാണ്. Jesus said, I am focused on the mission which is ahead of me. യേശു പറയുന്നത്, എൻ്റെ മുൻപിലുള്ള എൻ്റെ പ്രവൃത്തിയെ അതിൽ ഞാൻ നോക്കി മുന്നോട്ട് പോകുന്നു. He came into this world to die. ഈ ലോകത്തിൽ യേശു വന്നത് മരിക്കുവാനാണ്. He was focused on that. അതിന് താൻ ഫോക്കസ്ഡ് ആയിരുന്നു. This morning, let me remind you, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, trust in God's timing for everything in life. ദൈവത്തിന്റെ സമയത്തിൽ നാം ആശ്രയിക്കുക. Sometimes we have the temptation of rushing ahead. പലപ്പോഴും നമുക്ക് അതിന് പെട്ടെന്ന് ഓടിപ്പോകുവാൻ Sometimes we want to jump to conclusions. പെട്ടെന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ, വിധികൾ പുറപ്പെടുവിക്കാൻ We want to move very fast. പെട്ടെന്ന് മുന്നോട്ട് നമുക്ക് But നീങ്ങണം. there are times where we need to actually wait for His direction. എന്നാൽ സമയമുണ്ട് ദൈവത്തിനു വേണ്ടി നാം His brothers കാത്തിരിക്കണം. came and suggested him, you publicly show yourself. യേശുവിന്റെ സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞത് യേശുവിനെ തന്നെ പ്രസിദ്ധമാക്കാനാണ്. But Jesus said no. യേശു അവരോട് പറഞ്ഞില്ല, That's not the goal with which I came here. ഞാൻ വന്ന എൻ്റെ ഉദ്ദേശം അതല്ല. Jesus was seeking truth and not popularity. യേശു സത്യമാണ് അന്വേഷിച്ചത്. When you truly follow Jesus, യേശുവിനെ യഥാർത്ഥമായി നാം പിൻപറ്റുമ്പോൾ, when you follow His commandments, യേശുവിന്റെ കൽപ്പനകൾ നാം you will be unpopular in your school. നാം സ്കൂളിൽ മറ്റുള്ളവർക്ക് നാം ഇഷ്ടമില്ലായിരിക്കാം. You may become unpopular in your college. കോളേജിൽ നാം അൺപോപ്പുലർ ആകാം. You may become unpopular in your workplace. ജോലി സ്ഥലത്ത് നാം അൺപോപ്പുലർ ആകാം. You may lose many things and you may become unpopular because people may not like you. പലതും നമുക്ക് നഷ്ടമാകാം, പലരും നമ്മളെ ഇഷ്ടപ്പെടാതെ വരാം. But always remember, എന്നാൽ എപ്പോഴും ഓർക്കുക, more than popularity, you need to hold on to the truth. പോപ്പുലാരിറ്റിയെക്കാളും അധികമായി യേശുവിന്റെ സത്യം നാം മുറുകെ പിടിക്കണം. To the purpose. നമ്മുടെ ഉദ്ദേശം നാം മുറുകെ പിടിക്കണം. We should have a desire that irrespective of what happens in my life, I want to do God's will. എല്ലാറ്റിനുവേ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം, മറ്റെന്ത് സംഭവിച്ചാലും ദൈവഹിതം ഞാൻ പ്രവർത്തിക്കും. I want to follow Jesus. യേശുവിനെ ഞാൻ പിൻപറ്റും. I want to take up the cross and I want to follow Him. കുരിശെടുത്ത് ഞാൻ യേശുവിനെ പിൻപറ്റും. Whatever may happen, എന്ത് സംഭവിച്ചാലും, whoever may change, ആര് മാറിയാലും, I want to follow Jesus. ഞാൻ യേശുവിനെ I want to do His will. യേശുവിന്റെ ദൈവഹിതം ഞാൻ ചെയ്യും. In order to do God's will, ദൈവഹിതം ചെയ്യുവാൻ we may have to look beyond what is externally visible. ഉപരിയായി കാണുന്നതിനെ അധികമായി അതിനപ്പുറം കാണുവാൻ നാം we may have to discern things. നാം ചിലത് വിവേചിക്കണം. We need to have the wisdom and understanding from God. ദൈവത്തിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി ഉണ്ടാകണം. What are the righteous requirements of God? നീതിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുവാൻ നമുക്ക് അറിവുണ്ടാകണം. We should be people who have a desire which says, God, I want your will in my life above all.
നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ആഗ്രഹം ആ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. കർത്താവേ, ദൈവമേ, അവിടുത്തെ ഹിതം. What do we learn here? ഇവിടെ എന്താണ് നാം പഠിച്ചത്? In spite of misunderstanding, അവിടെ തെറ്റിദ്ധാരണകൾക്കുപരിയായി Jesus was committed to his mission. യേശു തന്റെ പദ്ധതി In spite of the confusion and the division among people, അവിടുത്തെ ഡിവിഷൻസ്, അവിടുത്തെ കൺഫ്യൂഷൻ in എല്ലാം ഉപരിയായി, spite of calling him out as a demon, യേശുവിനെ അവർ മറുപേരുകൾ ചൊല്ലി ഭൂതമെന്ന് വിളിച്ചപ്പോഴും Jesus did not get angry. യേശുവിനെ In അവിടെ a sense, like he didn't say, "Oh, let the fire come from heaven and consume all these people." യേശു അവിടെ ദേഷ്യത്തിൽ അവരെ തകർത്ത് കളയുവാനൊന്നും He പ്രവർത്തിച്ചില്ല. was committed to the mission. തന്റെ ദൗത്യത്തിൽ താൻ തുടർന്നു. He was sticking to the true teachings of the word of God. ദൈവവചനത്തിന്റെ ശരിയായ വചനം താൻ മുറുകെ പിടിച്ചു. He continued to encourage and challenge people. താൻ ജനത്തെ, തന്റെ ശിഷ്യന്മാരെ He continued to expose the hypocrisy of the people. അവിടെ ജനത്തിന്റെ കപടഭക്തിയെ താൻ വെളിപ്പെടുത്തി. And he continued in his mission with which he came down into this world. താൻ ഈ ലോകത്തിൽ വന്ന തന്റെ ദൗത്യത്തിൽ താൻ സത്യമായി We തുടർന്നു. live in times where there is a lot of distractions. നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ അനേകം ഡിസ്ട്രാക്ഷൻസ് നമുക്കുണ്ട്. And we can lose many times. പലപ്പോഴും നാം വഴിതെറ്റിപ്പോകും. But let this be our prayer this morning. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ. Heavenly Father, പിതാവായ ദൈവമേ, help me to do your will. അവിടുത്തെ ഹിതം ചെയ്യുവാൻ I am എന്നെ committed സഹായിക്കണമേ. to do your will. അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞാൻ I സമർപ്പിക്കുന്നു. surrender my life to do your will. അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞാൻ